ചന്ദേരി ബനാറസി കേട്ടിട്ടുണ്ടാവാം, ചന്ദേരി നോർമൽ സാരീസ് കേട്ടിട്ടുണ്ടാവാം. പക്ഷേ ഈ പ്രാവശ്യം എനിക്കും പുതുതായിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. കോറ ചന്ദേരി, കോറ ഓർഗാൻസ പോലെ കോറ ചന്ദേരി എന്നൊരു ഫാബ്രിക് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചന്ദേരി ബനാറസി സാരീസ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 5500-നകത്തൊക്കെ ഒരു പ്യുവർ ഫാബ്രിക് മേടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കളക്ഷൻസ് നമുക്ക് ചന്ദേരി ബനാറസിയിൽ കിട്ടും. പക്ഷേ ഈ പ്രാവശ്യം 7800 രൂപയുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഉടുക്കാൻ ഭയങ്കര കംഫർട്ടബിൾ. സാരിയുടെ വീവിങ് ആണെങ്കിലും സാരിയുടെ ക്വാളിറ്റിയിലാണെങ്കിലും കളർ കോമ്പിനേഷൻസും എല്ലാം ഭയങ്കര ഭംഗിക്കാണ് വന്നേക്കുന്നത്. പല്ലു പോർഷൻ നമുക്ക് ജാംദാനിയാണ് വന്നേക്കുന്നത്. ബ്ലൗസും ചെറിയ ജാംദാനി ബൂട്ടാസ് പോലെയാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ സാരീനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം. സാരി എൻ്റെ കയ്യിൽ ഒരു 3-4 ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. എല്ലാം ഒരു ഡസ്റ്റി ടോൺ പാറ്റേണിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് സാരി. ഫുൾ സാരി കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് സാരിയുടെ പല്ലു പോർഷൻ, നേരത്തെ പറഞ്ഞ പോലെ പല്ലു പോർഷൻ നമുക്ക് ജാംദാനിയിൽ കിട്ടുന്നുണ്ട്. മൾട്ടി കളർ ജാംദാനിയാണ്. നോർമലി ജാംദാനി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും എന്താ പറയുക, വലിയ ബോർഡറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത്രയും ക്യൂട്ടായിട്ട് കുഞ്ഞൊരു പല്ലുവൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസമായിട്ട് കിട്ടും. പിന്നെ 2 സൈഡ് ബോർഡർ വരുന്നതും ചെറിയ ബോർഡർ ആട്ടോ. കണ്ടോ, ഹൈറ്റ് കൂടുതലാണെങ്കിലോ വണ്ണം കൂടുതലാണെങ്കിലോ ഹൈറ്റ് കുറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഉടുക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഈ സാരി ചെയ്തേക്കുന്നത്. കണ്ടോ, നല്ല രസമാണ്. ഫാബ്രിക് എന്ന് പറയുമ്പോൾ തിന്നാണ്, ഭയങ്കര കട്ടി, എടുത്ത് പൊങ്ങാത്ത വീവിങ് ഇത്രയും വരുമ്പോൾ തന്നെ നോർമലി സാരിക്ക് വെയിറ്റ് കൂടും. പക്ഷേ ഈ സാരിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇഷ്ടം. വന്നേക്കുന്ന ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫെനുഗ്രീക്കിൻ്റെ യെല്ലോ എന്ന് പറയത്തില്ല, ആ യെല്ലോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടോണിനും ചേരുകയും ചെയ്യും. രാവിലത്തെ ഫംഗ്ഷൻസിനാണെങ്കിലും ഈവനിങ് ഫംഗ്ഷൻസിനാണെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം എല്ലാ വെഡ്ഡിങ്ങിനും നമുക്കൊരു ഹൽദി, മെഹന്തി, മറുവീട് എല്ലാം നല്ല റിച്ചായിട്ടും ഗ്രാൻഡായിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഫംഗ്ഷൻസിനും ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ കളർ തീമും കാര്യങ്ങളാണ് ചോദിക്കുക. ഇതിനൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ഇതിൽ ഏറ്റവും ഒരു എന്താ പറയുക ഹൈലൈറ്റ് എന്ന് പറയുന്ന ബ്ലൗസ് പീസാണ്. യൂഷ്വൽ സാരിക്ക് നമുക്ക് ഇതേപോലത്തെ ഒരു ഗോൾഡൻ ബോർഡറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബ്ലൗസ് പീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്ലെയിൻ ആയിരിക്കും. പ്ലെയിനിൽ ചെറിയ ബോർഡർ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ ഈ സാരിക്ക് ആ പല്ലു പോർഷനിലെ ജാംദാനി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബ്ലൗസ് പീസും ചെയ്തേക്കുന്ന ചെറിയ ജാംദാനി ബൂട്ടാസ് വെച്ചിട്ടാണ്. ഇതേ കണ്ടോ, ഇതേപോലെ പ്ലെയിൻ സാരിക്കകത്ത് ചെറിയ ജാംദാനി മൾട്ടി കളർ ബൂട്ടാസ്, അതിനകത്ത് നമ്മൾ ചെറിയൊരു ബോർഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സ്ലീവ് പോർഷനിൽ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 30-35 ഏജ് ഗ്രൂപ്പൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ബോട്ട് നെക്കായിട്ടോ സ്ലീവ്ലെസ് ബ്ലൗസിലൊക്കെ ചെയ്യുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അല്ല, ഇതിപ്പോൾ പെൺകുട്ടികളുടെ അമ്മമാർക്കാണെങ്കിൽ ഫംഗ്ഷൻസിന് ഉടുക്കണം എന്നുണ്ടെങ്കിൽ പോലും വിത്ത് സ്ലീവ് ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് കളർ. കണ്ടോ, ഇത് ഞാൻ സാരി മറിച്ചായിട്ടിരിക്കണം, എന്നിട്ട് പോലും ആ കളറിന് ഭയങ്കര ഭംഗിയായിരിക്കും. ഇനി അടുത്ത സെറ്റ് ഓഫ് ഷെയ്ഡ്സ് ഞാൻ കാണിക്കാം. ഇതിനകത്ത് വരുന്ന അടുത്ത സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഡസ്റ്റി ഗ്രീനിഷ്, നമ്മൾ സീ ഗ്രീൻ എന്നൊക്കെ പറയുന്നൊരു കളർ വരുന്നുണ്ട്. പ്രോപ്പർ ബ്ലൂ കിട്ടുന്നുണ്ട്, മെഹന്തി ഗ്രീൻ, അതുപോലൊരു പിങ്കിഷ്, ഒരു ഡസ്റ്റി പിങ്കിഷ് വരുന്നുണ്ട്, ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. എല്ലാം ഈക്വലി ഏത് സെലക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. കാരണം എല്ലാം ഒരേ എന്താ പറയുക, ഒന്നിനൊന്നിന് മെച്ചം എന്ന് പറയുന്ന പോലെ വന്നിരിക്കുന്നത്. ഇതാണ് സാരി. കണ്ടോ, ഗ്രേക്കകത്ത് ചെറിയ ആൻറ്റിക് ഗോൾഡൻ ബൂട്ടാസും ഇതാണ് പല്ലു പോർഷൻ. കുറച്ചും കൂടി ക്ലോസപ്പിൽ കാണാൻ നിങ്ങൾക്ക് ഇതായിരിക്കും എളുപ്പം കേട്ടോ. അതിനകത്ത് ബ്ലൗസ് പീസും സെയിം രീതിക്ക് തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത ഷെയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡസ്റ്റി പിങ്കാണ്. ഇതും മിക്കപ്പോഴും കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ഷെയ്ഡാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തൊക്കെ വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു എടുപ്പായിരിക്കും. കണ്ടോ, ഇനി എടുപ്പില്ലേ വീഡിയോയിൽ? കണ്ടോ, നല്ല രസമായിരിക്കും. ഭയങ്കര റെഡ് ഉടുക്കാൻ താല്പര്യമില്ലാത്ത കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ റാണി പിങ്ക് ഉടുക്കാൻ താല്പര്യമില്ലാത്ത കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു കളറാണ്. കുറച്ചും കൂടി ആ റെഡ് ഫാമിലിയിൽ കയറുകയും ചെയ്യും. എന്നാൽ ഈ കണ്ണിക്കുത്തുന്ന രീതിക്ക് കണ്ണിക്കുത്തുന്ന രീതിക്ക് നിൽക്കത്തുമില്ല. അതാണ് വേറൊരു പ്രസൻറ്റ്. പിന്നെ ചാണകപ്പച്ച അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന മെഹന്തി ഗ്രീനൊക്കെ ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നൊരു ഷെയ്ഡാണിത്. പ്രോപ്പർ ചാണകപ്പച്ച എന്ന് പറയാൻ പറ്റില്ല. ചാണകപ്പച്ച കുറച്ചും കൂടി നമുക്കൊരു ഡാർക്ക് ടോണിലോട്ട് പോകും. അത് ചിലവരുടെ ഫേസിൽ വെക്കുമ്പോൾ ഇരുണ്ട് പോകും. ചിലർക്ക് നല്ല ഭംഗിയായിരിക്കും. പെട്ടെന്ന് റെയർ ഷെയ്ഡ്സ് ഒക്കെ ആയതുകൊണ്ട് ചാണകപ്പച്ച എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ആദ്യമേ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും ചേരുന്നൊരു കളറായിട്ട് പറയാനും പറ്റില്ല. അതേ കണ്ടോ, ഇങ്ങനെ വരാം. ചെറിയ ബൂട്ടാസാണ് കേട്ടോ, ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നത്തില്ല. ഭയങ്കര വലിയ വലിയ ബൂട്ടാസ് ആകുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കും ഭയങ്കര പ്രശ്നമാവും. പക്ഷേ അത് അത്രയും വലിയ ബൂട്ടാസ് അല്ല, മൈന്യൂട്ട് ബൂട്ടാസേ ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത്. ഇനി വരുന്നത് ബ്ലൂ. ഇതൊക്കെയാണെങ്കിൽ
വേറൊരു കാര്യം കൂടി പറയാം, ഈ ഒരു ഷെയ്ഡ്സൊക്കെ നിങ്ങൾക്ക് ചേർച്ചിൽ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോർമലി ബനാറസി വീവിങ് വരുമ്പോഴത്തേക്കും ചേർച്ച് ഫംഗ്ഷൻസിന് എല്ലാവർക്കും ഒരു ഹെസിറ്റേഷൻ വരും. കാരണം ഭയങ്കര ബ്ലിങ്ക് ഫാക്ടർ വരുമ്പോഴത്തേക്കും ഓർണമെൻറ്റ്സ് കൂടുതലിടേണ്ടി വരുമോ, ഇല്ലെങ്കിൽ ഫേസ് ഡള്ളാകുമോ, പള്ളിയിലെ ഫംഗ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതാകുമ്പോൾ സിൽവർ വീവിങ് ആണ്, നിങ്ങൾക്ക് ചെറിയ ചെറിയ ഓർണമെൻറ്റ്സിൻ്റെ കൂടെ പോലും പെയർ ചെയ്യാൻ പറ്റും. ഗോൾഡൻ വീവിങ് ആയിരുന്നെങ്കിൽ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരാം, കുറച്ചും കൂടി ഹെവി ഓർണമെൻറ്റ്സും ആവശ്യമുണ്ടോ എന്നുള്ളത്. സിൽവർ വീവിങ് ആകുമ്പോഴത്തേക്കും ആ വീവിങ് തന്നെ നല്ല ഹൈലൈറ്റ് ചെയ്തോളും. നമുക്ക് ചെറിയ സ്റ്റഡ് ആണെങ്കിൽ പോലും നമുക്ക് കൂടെ പെയർ ചെയ്യാൻ പറ്റും. ഇതേ കണ്ടോ, പല്ലു കണ്ടോ, ആ സിൽവർ വീവിങ് നന്നായിട്ട് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ തന്നെ തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു കളർ പാറ്റേൺ ആണ് ഇതും. കുറച്ചും കൂടി ഡീപ്പർ ടോണിലോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ബ്ലൗസ് പീസും എല്ലാ സാരിക്കും ഇപ്പോൾ കാണിച്ചതിൻ്റെ ബ്ലൗസ് പീസ് ഇതേപോലെ ചെറിയ ബൂട്ടാസിലാണ് വരാം. മാത്രമല്ല ഇതിപ്പോൾ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ashima.fashion.com എന്നുള്ളൊരു ലിങ്ക് കൊടുത്തേക്കും. നമ്മുടെ വെബ്സൈറ്റാണ്, നേരെ വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രത്തും നമ്മുടെ കൊച്ചി പനമ്പള്ളിയിലും സ്റ്റോഴ്സ് അവൈലബിൾ ആണ്, അവിടെ വന്നാലും പർച്ചേസ് ചെയ്യാം. ബൈ.